തൊഴിൽ നിഷേധിക്കപ്പെട്ട KSRTC ഡ്രൈവർ യദുവിന് നീതി ലഭിക്കുക എന്ന ആവശ്യവുമായി ശശി വർമ്മ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ജീവകാരുണ്യ മനുഷ്യാവകാശ പ്രവർത്തകർ ചേർന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻ ഗേറ്റ് നടക്കുന്ന ഒരു സമരത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അവരേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാഹ്യ പ്രേരണ ശക്തികൾക്കോ വിധേയരായിട്ടല്ല ഇവിടെ നിന്നിട്ടുള്ളത്. അവർ വന്നിട്ടുള്ളത് തികച്ചും സാധാരണക്കാരനായ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാധാരണക്കാരനായ ഒരു ഡ്രൈവർ, അദ്ദേഹത്തിന് നീതി ലഭിക്കുക എന്ന ആവശ്യവുമായാണ്. നമുക്ക് ശശി വർമ്മ അദ്ദേഹത്തോട് ചോദിക്കാം. സാർ, എന്താണ് നിങ്ങളുടെ ഈ സമരത്തിൻ്റെ പ്രധാന ഉദ്ദേശം? നമസ്തേ. ഈ സമരം ഒരു പൗരന് നീതി നിഷേധിക്കുന്നു. നമ്മുടെ 951 മഹാനായ ഡോക്ടർ അംബേദ്കർ എഴുതിയ ഭരണഘടനയിൽ പൗര സ്വാതന്ത്ര്യമുണ്ട്. ഈ പൗരന്മാരാണ് ഇവിടെയുള്ള ഭരണകർത്താക്കളെ തീരുമാനിക്കുന്നത് വോട്ട് ചെയ്ത്. ഇത് 51 വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സാധാരണക്കാരനായ ഒരു പൗരന് ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ സ്വമേധയാ അതിനെതിരെ ഈ മന്ത്രിമാരുടെ അടുത്തും ആ ഡിപ്പാർട്ട്മെന്റുകളിലും അയാളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഒരു നിശബ്ദ സമരം നടത്തുന്നത്. ഞങ്ങൾ അക്രമാസക്തമല്ല, ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നില്ല, വാഹനങ്ങൾക്കോ യാത്രക്കാർക്കോ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ഹനിക്കുന്നില്ല. ഞങ്ങൾ മാറി നിന്ന് ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇത് ഇതിനുള്ള അവസരം ഉണ്ടാക്കിയത് അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്. അതുകൊണ്ട് ഇവർ മുൻകൂട്ടി ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതായത് ഈ നമ്മുടെ KSRTC ഡ്രൈവർ യദു ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരിക്കലും മേയറാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത അത്ര പോലും അറിവുള്ള ഒരാളായിരുന്നില്ല. മേയറാണെന്ന് അറിയാതെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതെല്ലാം മേയർക്കും ഗവൺമെന്റിനും KSRTC MD ഉൾപ്പെടെയുള്ള KSRTC മന്ത്രിക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ടും അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ചെയ്തത്. തിരികെ ജോലിയിലേക്ക് എടുക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? ഈ സമരം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം യദുവിന് ലഭിക്കുമെന്ന് കരുതുന്നുണ്ടോ? നീതി ലഭിക്കുമെന്ന് വിശ്വാസമുണ്ടോ യദുവിന്? ഈ മേയറെ ഞങ്ങൾക്കും കണ്ടാൽ അറിയില്ല. ഇവരൊക്കെ അറിഞ്ഞോണ്ടെന്നില്ല. ഒരു സിനിമാ നടനാണെങ്കിൽ പോലും ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഈ മേയർ അവിടെ തന്നെ ഞാൻ മേയറാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്വന്തം സ്ഥാനത്തെ മഹത്വവൽക്കരിച്ച് അങ്ങ് ഉയരത്തിൽ പോകാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം ഇവിടെ പറയാം. യദുവിനെ പിരിച്ചുവിട്ടിട്ടില്ല. യദു കുറ്റാരോപിതനാണ്. കോടതിയിൽ അതിന്റെ ആർഗ്യുമെന്റും അതിന്റെ തെളിവുകളും പരിശോധിച്ച് ബഹുമാനപ്പെട്ട കോടതി അത് വിധിക്കുമ്പോൾ മാത്രമേ ഇയാള് കുറ്റക്കാരനാകുന്നുള്ളൂ. ഇയാൾ കുറ്റാരോപിതൻ മാത്രമാണ്. പക്ഷെ ആ കുറ്റാരോപിതനായ ആളെ ഇപ്പൊ ഇവിടെ KSRTC ശിക്ഷിച്ചിരിക്കുക. ഈ KSRTCക്ക് അങ്ങനെ ശിക്ഷിക്കാനുള്ള അധികാരമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ മേയറും ഉണ്ട്, ബഹുമാനപ്പെട്ട MLA ഉണ്ട്. അവരിപ്പോഴും ജോലിയിൽ തുടരുന്നുണ്ട്, ശമ്പളം വാങ്ങിക്കുന്നുണ്ട്, കുടുംബം പുലർത്തുന്നുണ്ട്. ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കുറ്റാരോപിതനാണ് യദുവിന്റെ കുറ്റം തെളിയിക്കണം. അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ കോടതിയാണ് ശിക്ഷ ലഭിക്കുന്നത്. KSRTC ഒരു ജഡ്ജിയോ ഒരു മജിസ്ട്രേറ്റിന്റെയോ ഒരു മുൻസിപ്പിന്റെ വേഷം കെട്ടേണ്ട കാര്യമില്ല. എന്താണ് അവരിങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാത്തത്. ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ശിക്ഷിക്കുന്നു. അതായത് രാജാവിനേക്കാൾ രാജഭക്തി എന്നുള്ള രീതിയിലാണ് ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ വട്ടത്തിൽ പിടിച്ച് നീളത്തിൽ കൊണ്ടുപോകുന്ന ഒരു കൂട്ടരാണ് ഈ ഡ്രൈവർമാർ. അവർ പിടിക്കുന്ന വട്ടത്തിലാണ്, പക്ഷെ വണ്ടി പോകുന്ന നീളത്തിലാണ്. അതുപോലെ തന്നെയല്ലേ നമ്മുടെ ഭരണകർത്താക്കൾ വിചാരിക്കുന്ന രീതിയിലല്ല ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് ഇന്നിവിടെ ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് 4 തൂണുകളാണ്. 1 ലെജിസ്ലേച്ചർ, 2 ജുഡീഷ്യറി, 3 എക്സിക്യൂട്ടീവ്, 4 ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന നിങ്ങളുടെ പത്രമാധ്യമ സ്ഥാപനങ്ങൾ. ഈ മേൽപ്പറഞ്ഞ 3 കാര്യങ്ങൾക്കും ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ദൃശ്യമാധ്യമങ്ങളാണ് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നത്. നിങ്ങളും ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ പത്രധർമ്മം തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ മറ്റ് എക്സിക്യൂട്ടീവുകളോ മറ്റ് ഭരണകർത്താക്കളോ ചെയ്യുന്നില്ല. അവർ ചെയ്യണം. ഇന്ന് ഈ ദുർഭരണമാണ്. ഇവിടെ തന്നെ അറിയാമല്ലോ, ആമേഴഞ്ചൻ തോട്ടില് എത്ര ദിവസം കൊണ്ടാണ് ആ മനുഷ്യനെ കിട്ടിയത്. ഇപ്പോഴും നിങ്ങൾ നോക്കൂ, ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അരിസ്റ്റോ ജംഗ്ഷൻ ഉണ്ട്. അതിന് തൊട്ടടുത്തുള്ള ആ ഓട
ബ്ലോക്കായി മലിന ജനം പുറത്തേക്ക് വരികയാണ്. ഈ മേയർക്ക് ഇത് കണ്ടില്ലേ? അവരല്ലേ ഇത് ശരിയാക്കേണ്ടത്? ഇനി അവിടെ ആരെങ്കിലും പോയി തട്ടി കഴിഞ്ഞാൽ മാത്രമേ അതിനെപ്പറ്റി നിങ്ങൾ പോയി നോക്കൂ, നിങ്ങളുടെ ക്യാമറയെ കൊണ്ട് പോയി നോക്കൂ. കടവല്ല പറയുന്നത്. എന്താണ് പേര്? ദിനേശ്. താങ്കൾക്ക് യദുവിനെ നേരിട്ട് പരിചയമുണ്ടോ? യദു നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലേ? കോടതിയിൽ ഇപ്പോൾ യദുവിന്റെ കേസ് ഉള്ളതായിട്ട് അറിയാലോ. യദുവിനെ തിരിച്ച് KSRTCയിൽ നിയമിക്കുക എന്നതാണോ നിങ്ങളുടെ ആവശ്യം, അതോ പിരിച്ചുവിടുക എന്നുള്ളതാണോ? എന്താണ്? ഏതെങ്കിലും ഒരു ജോലി ചെയ്യാനുള്ള അവസരം കൊടുക്കുക. ജോലി ചെയ്യാതെ കുടുംബം പറ്റുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയുണ്ടോ ഈ സമരത്തിന്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെ തികച്ചും ന്യായമായ കേട്ടറിഞ്ഞുകൊണ്ട് വന്നതാണ്. ഇവിടുത്തെ ഭരണകർത്താക്കൾ ചിരിക്കുന്നു. അവർക്ക് യാതൊരു